ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാൻ ഏറെ ആരംഭിക്കുന്ന ഗോപിയാശൻ, മറ്റു വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും, ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തൃശ്ശൂരിലെ ഈ കൈപ്പറമ്പ് കാമഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തോടനുബന്ധിച്ച് പ്രഥമ ഭൈരവി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തതിന് ആദ്യം തന്നെ ഇവിടെ ഉള്ള എൻ്റെ ഭാരവാഹികളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഏറെ സന്തോഷം, കഥകളിയുടെ ആചാര്യനായ ആരാധനായ ഗോപിയാശാന്റെ കയ്യിൽ നിന്ന് തന്നെ ഈ പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും അതൊരു ധന്യമായ ഒരു മുഹൂർത്തമായി തന്നെ ഞാൻ ഇതിനെ കരുതുന്നു. തൃശ്ശൂരുമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിൽ ഒന്നാം സമ്മാനം വാങ്ങിക്കുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. തൃശ്ശൂർ തീർച്ചയായിട്ടും ഒരു പ്രത്യേക സ്ഥാനമാണ്, മറക്കാൻ പറ്റാത്ത ഒരു ജില്ല തന്നെയാണ്, സാംസ്കാരികത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു വേദിയാണ്. ഇന്നോട് വന്നിരിക്കുന്ന എല്ലാവർക്കും എനിക്കറിയാം നിങ്ങളാരും എൻ്റെ പ്രസംഗം കേൾക്കാനല്ല വന്നിരിക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു ദിവസം ഇവിടെ വരാനും ദേവിയുടെ നേരിൽ വന്ന ദേവിയുടെ പേരിലുള്ള പുരസ്കാരം അനുഗ്രഹമായി തന്നെ കരുതുന്നു. എല്ലാവർക്കും ദേവിയുടെയും ദൈവത്തിൻ്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയൊരു ശ്ലോകം പാടി തരണം. ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ. ഓം നമഃ ശിവായ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. നാരായണ നമോസ്തുതേ. ഇന്നിവിടെ എന്നെക്കുറിച്ച് ഒരുപാട് ഞാൻ പോലും അറിയാത്ത പല കാര്യങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞ ജീവന് ആദ്യം ഒരു നന്ദി പറയട്ടെ. ജീവൻ എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടെന്ന് പറഞ്ഞത് എൻ്റെയും കൂടെ മനസ്സ് തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് എഴുതിയത് പോലെയാണ് ആ പാട്ട് പാടിയിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ആ ഒരു പാട്ട് ജീവൻ ഇവിടെ ഉള്ളൊരു സമയത്തൊന്ന് പാടണമെന്ന് തോന്നി. അപ്പം അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇദ്ദേഹം പറയുമ്പോഴാണ് രവീന്ദ്ര മാഷിൻ്റെ ചോദിച്ച ചോദ്യം അതുപോലെ തന്നെ ഇത്രയും പാട്ടുകൾ എങ്ങനെ ഓർത്ത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയം. ഞാൻ പല കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചാൽ പോലും പറയുമ്പോൾ തെറ്റിപ്പോകും. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ ആദ്യം വലിയൊരു നമസ്കാരം. ഗുരുവായൂരെത്തുന്നതിഷ്ടം കണ്ണരിൽ കാണുന്നതേറെ ഇഷ്ടം. ഗുരുവായൂരെത്തുന്നതിഷ്ടം കണ്ണരിൽ കാണുന്നതേറെ ഇഷ്ടം. കണ്ണനെ കണ്ടിട്ട് കണ്ണിറയെ തൊഴുതിട്ട് കണ്ണു നിറയുന്നതിൻ്റെ ഇഷ്ടം. കാർവർണ്ണനെ കാണുന്നതിഷ്ടം. ഗുരുവായൂരെത്തുന്നതിഷ്ടം. പീതാംബരപ്പട്ടിൻ ചന്തമിഷ്ടം. ദിവ്യകളഭത്തിൻ സുഗന്ധമിഷ്ടം. പീതാംബരപ്പട്ടിൻ ചന്തമിഷ്ടം. ദിവ്യകളഭത്തിൻ സുഗന്ധമിഷ്ടം. ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി ഇഷ്ടം. തൃക്കൈ
തൻ സ്വാദുമിഷ്ടം കദളിപ്പഴത്താൽ തുലാഭാരം തൂക്കുന്ന മറുതട്ടിലും ഇരിക്കാനും ഇഷ്ടം പാൽ പായസ നേദ്യത്തിൻ മധുരമിഷ്ടം ഗുരുവായൂരെത്തുന്നതിഷ്ടം നിന്നിയുണ്ണി കഥകളിഷ്ടം പ്രിയ കേശവനാനന്ദൻ ചരിതമിഷ്ടം നിന്നിയുണ്ണി കഥകളിഷ്ടം പ്രിയ കേശവനാനന്ദൻ ചരിതമിഷ്ടം കൃഷ്ണാട്ടമിഷ്ടം സപ്താഹമിഷ്ടം ചെമ്പൈ സംഗീതമേളമിഷ്ടം ഇരവിലും പകലിലും ഊണിലും ഉറക്കിലും കണ്ണനെ കാണുന്ന ജാലമിഷ്ടം മായ കണ്ണനെ കാണുന്ന ഭാഗ്യമിഷ്ടം ഗുരുവായൂരെത്തുന്നതിഷ്ടം കണ്ണനെ കാണുന്നതേറിഷ്ടം കണ്ണനെ കണ്ടിട്ട് കണ്ണിറയെ തൊഴുതിട്ട് കണ്ണു നിറയുന്നതിഷ്ടം കാർവർണ്ണനെ കാണുന്നതിഷ്ടം ഗോപിയാശാന്റെ നമസ്കാരം പ്രണാമം പറഞ്ഞു. നന്ദി, നമസ്കാരം. അറിയാം.